ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോട് സംയോജനം നിർണ്ണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത്. മോർട്ടൺ പ്രിൻസ്, ഐസങ്ക്, വുഡ്സ്വർത്ത്, കാറ്റൽ. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതിയും എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത്. പെട്ടെന്ന് ഉത്തരം പറയൂ. ഓക്കെ, ആരാണത്? ഐസങ്ക് ആണല്ലേ. ഐസങ്ക് ആണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, അപ്പം 1ൻ്റെ ഉത്തരം എന്താണ്? ബി ആണ്, ഐസങ്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: രവി ശാന്തനും മറ്റുള്ളവരോട് കരുണയുള്ളവനുമാണ്. പക്ഷേ ഒരു ദിവസം രാജനോട് രവി അതിശക്തമായി ദേഷ്യപ്പെടുന്നത് കണ്ടു. രവിയുടെ ഈ പ്രവൃത്തി എ മുഖ്യ സവിശേഷം, ബി മധ്യമ സവിശേഷം, സി ദ്വിതീയ സവിശേഷമാണ്, ഡി ആദ്യ മുഖ്യ സവിശേഷവും പിന്നീട് ദ്വിതീയ സവിശേഷവുമാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞോളൂ. ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം ഒന്ന് തന്നെ ചെയ്യാൻ നോക്കണേ, കാരണം ക്വസ്റ്റ്യൻ എല്ലാം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ഉത്തരം? ദ്വിതീയ സവിശേഷമാണ്. ഉത്തരം സി ആണ്. ചിലർക്കെങ്കിലും ഡിക്കകത്ത് സംശയം തോന്നാം. അതായത് രവി ശാന്തനും കരുണയുള്ളവനുമാണ്. പക്ഷേ ഒരു ദിവസം രാജനോട് രവി അതിശക്തമായി ദേഷ്യപ്പെടുന്നത് കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം മുഖ്യ സവിശേഷവും പിന്നീട് ദ്വിതീയ സവിശേഷവുമല്ലേ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അതായത് ശാന്തൻ എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ മുഖ്യ സവിശേഷമാണ്. അല്ലെങ്കിൽ കരുണയുള്ളവൻ എന്ന് പറയുന്നത് മധ്യമ സവിശേഷമായിട്ടോ നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ഇത് രണ്ടും മുഖ്യ സവിശേഷമായിട്ടാണ് കണക്കാക്കേണ്ടത്. പിന്നെ ഒരു ദിവസം രാജനോട് രവി ശക്തമായി ദേഷ്യപ്പെടുന്ന കണ്ടു. അതായത് സ്ഥിരമായിട്ട് രാജനോട് ദേഷ്യപ്പെടുന്ന കണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി സ്വഭാവമായിട്ട് രാജൻ്റെ ദേഷ്യം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഒരു ദിവസം, അതായത് അങ്ങനെ മറ്റൊരു ദിവസം അതിന് മുമ്പോ ശേഷമോ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസമാണ് കാണുന്നതെങ്കിൽ ദ്വിതീയ സവിശേഷമേ വരും. അതായത് ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ടതാണ് മുഖ്യ സവിശേഷത്വം, എന്നാൽ പ്രധാനമല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് മധ്യമ സവിശേഷകം, എന്നാൽ വല്ലപ്പോഴും വരുന്നതാണ് ദ്വിതീയ സവിശേഷം. ഇവിടെ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞത് വല്ലപ്പോഴും എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് അതിനെ ദ്വിതീയ സവിശേഷകമായിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൊണ്ടാണ് ദ്വിതീയ സവിശേഷം വന്നത്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ തെറ്റിയത്. പക്വവ്യക്തിത്വം എന്ന ആശയം ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ടിൻ്റേതാണ്. ബി പക്വവ്യക്തിത്വത്തിൻ്റെ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ എന്നിങ്ങനെ 5 മാനദണ്ഡങ്ങളുണ്ട്. സി ആൽപോർട്ട് വ്യക്തിത്വത്തിന് വിശിഷ്ടം, ചലനാത്മകം, വ്യവഹാരവും ചിന്തയും, ശാരീരിക മാനസിക സംവിധാനങ്ങൾ, സംഘടന എന്നിങ്ങനെ വിവിധ കൽപ്പനകൾ നൽകി. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതിലേതാണ് ശരിയെന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ. പെട്ടെന്ന് ഒരു ചെറിയ കറക്ക് ചോദ്യമാണല്ലേ. ഓക്കെ, ഇത്ര സമയം മതി. ഉത്തരം ഏതാണ്? ബി ആണ്. കൂട്ടത്തിൽ തെറ്റായിട്ട് വരുന്ന ഏതാണ്? ബി ആണല്ലേ. എന്തുകൊണ്ടാണ് ബി തെറ്റിയത്? എന്തുകൊണ്ടാണ് ബി തെറ്റ് വന്നതെന്ന് പറയുന്നു? എന്തുകൊണ്ട് ബി തെറ്റി?
അതായത് ആൽപോർട്ടിൻ്റെ അതനുസരിച്ച് പക്വവക്തൃത്വത്തിന് മാനദണ്ഡങ്ങൾ എത്രയാണ്? 5 ആണോ? അല്ല, പിന്നെ എത്ര? 6 ഉണ്ട് മാനദണ്ഡങ്ങൾ. 6 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മജീവിത ദർശനം. ഇങ്ങനെ 6 സാധനങ്ങളുണ്ട്. ഇവിടെ 5 പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തെറ്റായത് ബി ആണ്. ഉത്തരം ബി ആണ്. ഓക്കെ, അടുത്ത 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 4-ാമത്തെ ചോദ്യം, വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽപോർട്ട്, ഐസങ്ക്, മാസ്ലോ, കാൾ റോജേഴ്സ്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽപോർട്ട്, ഐസങ്ക്, മാസ്ലോ, കാൾ റോജേഴ്സ്. ഇത്ര സമയം മതി. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാൾ റോജേഴ്സുമായിട്ടാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ കാൾ റോജേഴ്സുമായിട്ടാണ് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത 5-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5-ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടിക ക്രമപ്പെടുത്തുക. പഠന ശ്രേണി, ആവശ്യങ്ങളുടെ ശ്രേണി, അനുഭവങ്ങളുടെ ശ്രേണി, എഡ്ഗാർഡ് നെയർ, ഗാഗ്നെ, മാസ്ലോ. ഒന്ന് ചെയ്യാൻ നോക്കിയേ. ഓക്കെ, ഇത്രയും സമയം മതി. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആദ്യം പഠനശ്രേണി. പഠനശ്രേണി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പഠനശ്രേണി ബന്ധപ്പെട്ടിരിക്കുന്ന ആദ്യമായിട്ട് ഗാഗ്നയുടെ അല്ലേ പഠനശ്രേണി? ഓക്കെ, അടുത്തത് ആവശ്യങ്ങളുടെ ശ്രേണി ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആവശ്യങ്ങൾ ശ്രേണി മാസ്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അനുഭവങ്ങളുടെ ശ്രേണി ആരായിരിക്കും? എഡ്ഗാർഡ് ഡെയിലായിരിക്കുമല്ലോ. അപ്പം 1 ബി, 2 സി, 3 എ എന്ന് പറഞ്ഞ് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഉത്തരം എ. 5. ഈ എഡ്ഗാർഡ് ഡെയിലിൻ്റെ അനുഭവങ്ങളുടെ ശ്രേണി അങ്ങനെ പരിചയമുള്ളതായിരിക്കത്തില്ല. പക്ഷേ ബാക്കി 2 എണ്ണം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തോ ചെയ്യാൻ പറ്റണം? കോമൺ സെൻസ് വെച്ച് അടിക്കാൻ കഴിയണം. ഓക്കെ, 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6-ാമത്തെ ചോദ്യം, ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത്. എളുപ്പമുള്ള ചോദ്യമാണ്. സ്ഥിരമായിട്ട് കയറ്റത്തിന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ബാക്കിയുള്ള എല്ലാ റയർ ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നതെങ്കിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വം, വൈജ്ഞാനിക ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. ഏറ്റവും ഉയർന്ന തലം ഏതാ? ഇത്ര സമയം മതി. ഇത്ര സമയം വേണ്ട കേട്ടോ, ഇതിനൊക്കെ ഇത്ര സമയം വേണ്ട. ഓക്കെ, ആത്മസാക്ഷാത്കാരം ആണ് ഏറ്റവും ഉയർന്ന തലം. ഉത്തരം ഡി ആണ്. എന്നാൽ ഏറ്റവും അടിസ്ഥാന തലം ഏതാ? ഏറ്റവും താഴെ വരുന്നത് ശാരീരിക ആവശ്യങ്ങൾ. നമുക്കറിയാലേ, ശാരീരികം, അതിൻ്റെ തൊട്ട് മണ്ടേ വൈജ്ഞാനികം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കുക, പിന്നെന്താണ് വൈജ്ഞാനികം, സൗന്ദര്യം, അതിൻ്റെ മണ്ടയല്ലേ ആത്മസാക്ഷാത്കാരം. ഓക്കെ, ഇതാണ് ആ ഓർഡർ. ഓക്കെ, അടുത്തത് 7-ാമത്തെ ചോദ്യമാണ്. നമുക്ക് 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7-ാമത്തെ ചോദ്യം, ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഈ ട്രാൻസ് ഹ്യൂമനിസത്തിൻ്റെ മലയാളം എന്തോ? ഉത്തര മാനവിക കാഴ്ചപ്പാട് എന്നാണ് ഈ ട്രാൻസ് ഹ്യൂമനിസത്തിൻ്റെ മലയാളം. ഓക്കെ, ജെ.ഡി. ബർണർ, E.X. ഹാൾഡിയിൽ, സി. ജൂലിയൻ ഹാക്സ്ലി, ഡി. ജോബ് ഐസങ്ക്. ഇത് ചെറിയ ചോദ്യമാണ്, അങ്ങനെ കണ്ടിട്ടില്ലാത്ത ചോദ്യമാണ്.
ഓക്കെ, ഏതാണ്? ജൂലിയൻ ഹക്സ്ലിയാണ് ആരാണ് ഹ്യൂമനിസം, ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഹ്യൂമനിസം ആരുടെയാണ്? എബ്രഹാം മാസ്ലോയും കാൾ റോജേഴ്സിൻ്റെയാണ് ഹ്യൂമനിസം. എന്നാൽ ട്രാൻസ് ഹ്യൂമനിസത്തിൻ്റെ അകത്ത് ആരൊക്കെയാണ്? ഈ ഹക്സ്ലി വരുന്നുണ്ട്, പിന്നെ എന്താണ് JD ബെർണർ വരുന്നുണ്ട്, EX ഹാൾഡൈൻ വരുന്നുണ്ട്. ഇവരെല്ലാം ട്രാൻസ് ഹ്യൂമനിസത്തിൻ്റെ ആൾക്കാരല്ലേ. ജോബ് ഐസക് ഇല്ല, ബാക്കി 3 പേരും ട്രാൻസ് ഹ്യൂമനിസത്തിൻ്റെ ആൾക്കാരാണ്. അതിനകത്ത് ഈ ജൂലിയൻ ഹാക്സ്ലിയാണ് എന്ത് ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഉത്തര മാനവിക കാഴ്ചപ്പാട് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജൂലിയൻ ഹാക്സ്ലിയാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാവേ. 8 താഴെ നൽകിയിട്ടുള്ള പ്രസ്താവന പരിശോധിക്കുക, തെറ്റ് കണ്ടെത്തുക. A. മനോവിശ്ലേഷണ സമീപനം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ്. B. എന്താണ്? മനോരമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി 3ആയി തിരിക്കാം. മനോരമ മാതൃഭൂമി ഒന്നും അല്ല. എന്താണ്? മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയെ എന്നുള്ളതാണ് കേട്ടോ. മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി 3ആയി തിരിക്കാമെന്നാണ്. അല്ലേ, മനോരമയല്ലേ? 3ആയി തിരിക്കാം. 1 ബോധ മനസ്സ്, 2 ഉപബോധ മനസ്സ്, 3 അബോധ മനസ്സ്. C. മനസ്സിനെ മഞ്ഞുമലയുമായി താരതമ്യം ചെയ്ത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. D. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ ഉപബോധ മനസ്സാണ് ഏറ്റവും വലുത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓക്കെ, ഇതിനകത്ത് തെറ്റ് ചെയ്ത്. വീണ്ടും ഓപ്ഷൻസ് ഒന്നും കൂടി വേണം. മനോവിശ്ലേഷണ സമീപത്തെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ്. മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി 3ആയി തിരിക്കാം. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. 3 മനസ്സിനെ മഞ്ഞുമലയുമായി താരതമ്യം ചെയ്ത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. D. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ ഉപബോധ മനസ്സാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓക്കെ, നല്ല കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ നന്നായി പഠിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ചോദ്യം ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു നല്ല കൺഫ്യൂഷൻ വന്ന ചോദ്യമാണ്. കാരണം ഇതിൻ്റെ ഉത്തരം B ആണ്. എന്തുകൊണ്ട് B? മനോരമ വന്നുകൊണ്ടൊന്നും അല്ല കേട്ടോ B ആയത്. എന്തുകൊണ്ടാണ് B വന്നത് അതും കൂടി ഒന്ന് പറഞ്ഞോ. അതായത് നിങ്ങളൊന്ന് നോക്കിക്കേ, അതായത് മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവായി 3ആയി തിരിക്കാമെന്നാണ് പറഞ്ഞത്. അതിന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സെന്ന് തിരിച്ചു. എന്നാൽ മനോവിശ്ലേഷണവുമായി ബന്ധപ്പെട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് 3ആയി തിരിച്ചത് ഈ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സെന്നാണോ? അല്ല. വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത, വ്യക്തിത്വത്തിൻ്റെ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പം എന്നിങ്ങനെ അദ്ദേഹം 3ആയിട്ട് തിരിച്ചേ. ഇനി അതിനകത്ത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത അല്ലെങ്കിൽ മനസ്സിൻ്റെ 3 തലങ്ങൾ, അതിനകത്ത് വരുന്നതാണ് ഏത്? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സെന്ന്. മനോവിശ്ലേഷണത്തെ വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകത അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് മനസ്സിൻ്റെ 3 തലങ്ങൾ, വ്യക്തിത്വത്തിൻ്റെ ഘടന അല്ലെങ്കിൽ മനസ്സിൻ്റെ ഘടന, മനോലൈംഗിക വികാസന സങ്കല്പങ്ങൾ എന്നിങ്ങനെയാണ് അദ്ദേഹം 3ആയി തിരിച്ചത്. അതിനകത്ത് വരുന്ന മറ്റൊരു സാധനമാണ് ഇത് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയിൽ വരുന്നതാണ് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അതിനകത്ത് മനുഷ്യ മനസ്സിനെ ഏതാണ് മഞ്ഞുമലയുമായിട്ട് താരതമ്യം ചെയ്തത് ഇദ്ദേഹമാണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്? ഉപബോധ മനസ്സാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് 2 തെറ്റുണ്ടടാ. ഏറ്റവും വലുത് ഉപബോധ മനസ്സാണോ? ഏറ്റവും വലുത് ഉപബോധ മനസ്സാണോ? അല്ല, 2 തെറ്റുണ്ട്. ആ ക്വസ്റ്റ്യൻ അപ്പം ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഏറ്റവും വലുത് ഉപബോധ മനസ്സല്ല കേട്ടോ, ഏറ്റവും വലുത് അബോധ മനസ്സാ. അബോധ മനസ്സാ വലുത്. അവർ 2 തെറ്റുണ്ട്. ബിയും തെറ്റാ, ഡിയും തെറ്റാ. എനിവേ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താലും നമുക്ക് നോക്കണ്ട. ബിയും തെറ്റാ, ഡിയും തെറ്റാ. ഉപബോധ മനസ്സല്ല വലുത്, അബോധ മനസ്സാ വലുത്. ഓക്കെ അല്ലേ? അപ്പം 2 തെറ്റുണ്ടേ അതിനകത്ത്. ശരിയെങ്കിൽ ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ് 9ാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ബി മനുഷ്യ മനസ്സിനെ പോലീസ് ഫോഴ്സ് എന്ന് വിളിക്കുന്ന അഹത്തിനെയാണ്. സി മനോലൈംഗിക വികാസം കേന്ദ്രീകരിക്കുന്ന ശരീരഭാഗം ഈറോജനസ് സോൺ എന്നറിയപ്പെടും. ഡി ലിബിഡോയെ നിയന്ത്രിക്കുന്ന ലൈംഗിക വാസന ഈറോസ് എന്നും ആക്രമണ വാസന താനറ്റോസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, നോക്കിയോ. ഏതാണ് ഉത്തരം? എല്ലാം ശരിയാണ് അല്ലേ? എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ നൽകിയിട്ടുള്ളവ പരിശോധിക്കുക. 1 പിതൃകാമന ഈഡിപ്പസ് കോമ്പസ് എന്നും മാതൃകാമന ഇലക്ട്രോ കോമ്പസ് എന്നും അറിയപ്പെടുന്നു. 2 നിർലീന ഘട്ടം 5 മുതൽ 12 വയസ്സ് വരെയാണ്. ഓപ്ഷൻ എ 1, 2 ശരി. ഓപ്ഷൻ ബി 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ സി 1 തെറ്റും 2 ശരിയുമാണ്. ഓപ്ഷൻ ഡി 2 തെറ്റാണ്. പെട്ടെന്ന് നോക്കിയോ, കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ഉത്തരത്തിലേക്ക് ഉറപ്പിച്ചോ. ഓക്കെ, ഇത്രയും സമയം മതി. ഏതാണ്? പിതൃകാമന ഈഡിപ്പസ് കോമ്പസും മാതൃകാമന ഇലക്ട്രോ കോമ്പസ് എന്നാണോ? അല്ല, പിതൃകാമന ഇലക്ട്രോ കോമ്പസ് എന്നും മാതൃകാമന ഈഡിപ്പസ് കോമ്പസ് എന്നുമാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, നിർലീന ഘട്ടം 5 മുതൽ 12 വയസ്സ് വരെയാണ്. ഇത് എവിടാ വരുന്നത്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് ഇത് വരുന്നത്. വദനഘട്ടം, ഗുദഘട്ടം, ലിംഗഘട്ടം, നിർലീന ഘട്ടം, ജനേന്ദ്രിയ ഘട്ടം എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പം 1 തെറ്റും 2 ശരിയും ഇല്ലേ? 1 തെറ്റും 2 ശരിയും. ഓപ്ഷൻ എ അല്ല, സി. ഓക്കെ, അടുത്തത് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യ മനസ്സിലെ കുതിരക്കാരൻ എന്നറിയപ്പെടുന്നത്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, സമായോജനം. മനുഷ്യ മനസ്സിലെ കുതിരക്കാരൻ, മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരാളെയാണ്. അനന്തരഫലത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന വ്യക്തി, യാഥാർത്ഥ്യബോധം മനസ്സിലേക്ക് കൊണ്ട് നൽകുന്ന വ്യക്തി, ഇതെല്ലാം ഒരാളാണ്. ആരാണ് അയാൾ? ഈഗോയാണ്. അഹം എന്ന് പറയും. ഉത്തരം ബി. ഓക്കെ, അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. 12. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് നെജിമ. നെജിമയുടെ സവിശേഷതയിൽ പെടാത്തത്. സമായോജനത്തിൻ്റെ ലക്ഷണമല്ലാത്തതെന്നങ്ങ് പറഞ്ഞാൽ മതി. പക്ഷെ ആ ചോദ്യം വന്നാൽ കണ്ടോ, നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് നെജിമ. നെജിമയുടെ സവിശേഷത പെടാത്തത്. അതാണ് കേറ്റൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ, മറ്റുള്ള കണ്ടെത്താനുള്ള കഴിവ്, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ്, പെരുമാറ്റങ്ങളിലുള്ള ദൃഢത, ഡി ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ധാരണ. നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാണ് നെജിമ. നെജിമയുടെ സവിശേഷതയിൽ പെടാത്തത്. ഓക്കെ, പെരുമാറ്റങ്ങളിൽ ദൃഢതയാണോ വേണ്ടുന്നത്? അല്ല, അയവാണ് വേണ്ടുന്നതല്ലേ? അയവാണ് വേണ്ടുന്നത്. therefore സി ആണ് ഏത്? തെറ്റ്. ഓക്കെ, അടുത്തത് 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യദു തനിക്ക് ദുൽഖർ സൽമാനെ അറിയാം എന്നും അടുപ്പമുണ്ട് എന്നും കള്ളം പറയുന്നത്. യദുവിൻ്റെ പ്രവൃത്തിയാണ് താദാത്മ്യം, പ്രക്ഷേപണം, അനുപൂരണം, ഉദാത്തീകരണം. യദു തനിക്ക് ദുൽഖർ സൽമാനെ അറിയാമെന്നും അടുപ്പമുണ്ടെന്നും കള്ളം പറയുന്നു. യദുവിൻ്റെ പ്രവൃത്തിയാണ് താദാത്മീകരണം, പ്രക്ഷേപണം, അനുപൂരണം, ഉദാത്തീകരണം. താദാത്മീകരണമാണ്. അതായത് തൻ്റെ പോരായ്മകളും പരാജയങ്ങളും രക്ഷപ്പെടാൻ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നു. അല്ലെങ്കിൽ ഏതാണ്? സിനിമാ താരങ്ങളോട് ആരാധന തോന്നുന്നു, സിനിമാ താരങ്ങളെ അടുപ്പമുണ്ടെന്ന് പറയുന്നു. ഓക്കെ, 14. രാജീവും സജീവും കൂട്ടുകാരാണ്.
ഇവർ രണ്ടുപേരും സ്കൂളിൽ അത്ലറ്റിക്സിന് പേര് നൽകി. രാജീവിന് സെലക്ഷൻ കിട്ടുകയും സജീവിന് സെലക്ഷൻ കിട്ടാതിരിക്കുകയും ചെയ്തു. സ്കൂൾ വിട്ട് വൈകുന്നേരം രാജീവ് ഓടുന്നത് കണ്ട് സജീവ് പറഞ്ഞു, അല്ലെങ്കിലും സെലക്ഷൻ കിട്ടാഞ്ഞാൽ നന്നായി, എങ്കിൽ ഞാനും ഇങ്ങനെ ഓടേണ്ടി വന്നേനെ. സജീവിൻ്റെ ഈ വാചകം അർത്ഥമാക്കുന്നത് അസൂയ, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. നല്ല ചോദ്യം. ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ നമ്മൾ എക്സാം ഹാളിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. മനസ്സിലായില്ലേ? ഓക്കെ, എനിവേ ഉത്തരത്തിലേക്ക് പോകാം. ഏതാണ്? യുക്തീകരണമാണ് ഉത്തരം സി ആണ്. അതായത് പരാജയങ്ങളോ ബലഹീനതയോ കാരണത്തിന് അനാവശ്യമായ ന്യായീകരണം നൽകുന്നതാണ്. മധുരിക്കുന്ന നാരങ്ങ, പുളിക്കുന്ന മുന്തിരിങ്ങ എന്നിങ്ങനെ ഇതിനകത്ത് 2 അതുണ്ട്. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യം. WHO എത്ര ജീവിത നൈപുണ്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്? 9, 10, 11, 12, 10. 9, 11, 12, 10. ഓക്കെ, ഇത്ര സമയം മതി. ഏതാടാ? 10. അപ്പം വ്യക്തിത്വം എന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പം ആ ഭാഗങ്ങൾ എല്ലാം നോക്കുക. ഓക്കെ, ശരി, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക.